തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. തുടർച്ചയായ വർഷങ്ങളിലുണ്ടാകുന്നു. 6 മാസം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു നാറിയ ഭരണം. മേയർക്ക് ബോധവൽക്കരണം കൊടുക്കണം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. അങ്ങനെ പറയുന്നത് അത് കൃത്യമായി സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് കാച്ചു തന്നത്? കൃത്യമായി സമയബന്ധിതമായി മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തീകരിക്കണമെന്ന ബോധം നഗരസഭയ്ക്കുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് മഴ വരുമെന്ന് മുൻകൂട്ടി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആ കാര്യങ്ങൾ നടത്തിയെന്നാണ് തുടക്കത്തിൽ മുതൽ ഞാൻ പറഞ്ഞത്. എല്ലാം നീക്കും, ഈ വരുന്ന അടുത്ത മഴക്കാലത്തിന് മുമ്പ് നീക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ഒന്നും നടന്നില്ല. പ്രഖ്യാപനങ്ങളെല്ലാം വെറും കോമഡി ആയിട്ട് പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് ജനത്തിന് വെള്ളക്കെട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിനൊരു റീസൺ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത് ആ വെള്ളത്തിന് ബോധവൽക്കരണം ചെയ്യാത്തതുകൊണ്ടാണ്. ആ കാര്യങ്ങൾ നടത്തിയെന്നാണ് തുടക്കത്തിൽ മുതൽ ഞാൻ പറഞ്ഞത്. 2000 ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും കഴിച്ചു.